വഞ്ചിയൂരത്ത് കള്ളവോട്ട് നടക്കുന്നുവെന്ന് പരാതി. വഞ്ചിയൂർ വാർഡിലെ ബൂത്ത് 1-ലും 2-ലുമാണ് ഈ കള്ളവോട്ട് പരാതി. കള്ളവോട്ട് ചോദ്യം ചെയ്ത BJP വനിതാ പ്രവർത്തകർക്ക് നേരെ DYFI നേതാവിന്റെ അസഭ്യവർഷം. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിൻ വനിതാ പ്രവർത്തകരെ അസഭ്യം പറഞ്ഞു. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, തിരുവനന്തപുരത്ത് നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ലല്ലോ. എന്താണ് അവിടെ കള്ളവോട്ട് നടക്കുന്ന വ്യാപക പരാതി ഉയരുന്നു? ആരാണ് ഈ കള്ളവോട്ട് ചെയ്യുന്നത്? ഒപ്പം ഈ DYFI നേതാവ് എന്തിനാണ് BJP വനിതാ പ്രവർത്തകരെ അസഭ്യം പറയുന്നത്? അവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊന്നുമില്ല ഇത് നിയന്ത്രിക്കാൻ? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് വഞ്ചിയൂരിലെ ബൂത്ത് നമ്പർ 1-ലും 2-ലും തന്നെയാണ്. എനിക്ക് തൊട്ട് പിന്നിലായി കാണുന്ന ഈ ഒരു ബൂത്തിലാണ് വ്യാപകമായി കള്ള വോട്ട് നടക്കുന്നു എന്നുള്ളൊരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ പരാതിയുമായി BJP പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ചോദ്യം ചെയ്യാൻ നിന്ന BJP വനിതാ പ്രവർത്തകർക്ക് നേരെയാണ് DYFI ജില്ലാ നേതാവ് ഷാഹിൻ്റെ നേതൃത്വത്തിൽ അസഭ്യവർഷം നടന്നത്. ഈ അസഭ്യവർഷത്തിനെതിരെ BJP വനിതാ പ്രവർത്തകർ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനകീയപരമായി തന്നെ ഈ ഒരു ജനവിധി എടുത്ത് നടക്കണമെന്നാണ് പൊതുവിൽ BJP ഉന്നയിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സമാധാനപരമായി നടന്നിരുന്ന ഈ ഒരു വോട്ടെടുപ്പിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കള്ളവോട്ട് നടക്കുന്നു എന്നുള്ളൊരു പരാതി ഉയരുന്നത്. സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അതായത് തോൽവി ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമാവുകയാണ്. കനത്ത പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗരസഭയിലെ പ്രധാനപ്പെട്ട വാർഡുകളിൽ ഒന്നാണ് വഞ്ചിയൂർ വാർഡ്. മുൻ കൗൺസിലറായിരുന്ന ഇടതുപക്ഷ വനിതാ കൗൺസിലറായിരുന്നു ഗായത്രി ബാബു ആയിരുന്നു. അതിനെ തുടർന്ന് പഞ്ചായത്തിൽ, അതായത് ഈ ഒരു വാർഡിൽ ജനകീയ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നതിൽ വലിയൊരു അഭാവം ഉണ്ടായെന്നുള്ള വിമർശനങ്ങളൊക്കെ ശക്തമാണ്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ വേളയിലൊക്കെ BJP സ്ഥാനാർത്ഥിയൊക്കെ ചൊല്ലുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ വിജയപ്രതീക്ഷയിലേക്ക് BJP കടക്കുമ്പോൾ ആ വിജയപ്രതീക്ഷയെ ഭയന്നുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് CPMന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നുള്ളൊരു വിമർശനവും ശക്തമാണ്. എന്തായാലും ഈ ഒരു കള്ളവോട്ട് നടക്കുന്നു എന്ന പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്ഥലത്ത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൂടെ കള്ളവോട്ട് നടക്കുന്നു എന്നുള്ളൊരു പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നുവെന്നും BJP പ്രവർത്തകർ പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കൃത്യമായി നിരീക്ഷണ ക്യാമറകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള വോട്ടെടുപ്പ് നടപടിക്രമങ്ങളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്ഥലത്ത് കാണാൻ കഴിയും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ഈ ഒരു വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് അവിടേക്ക് വോട്ട് ചെയ്യാൻ ഒരുപാട് പേരെത്തുന്നു. അപ്പോൾ ആ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നവരൊക്കെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം കള്ള വോട്ട് നടത്തി ചില ശക്തികൾ അവിടെ വോട്ടിടാൻ ശ്രമിക്കുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ ആ വോട്ടർമാരുടെയൊക്കെ ഒന്ന് പ്രതികരണം തേടാവുന്നതാണ്. ഇത്തരം കള്ള വോട്ട് അവിടെ ആ ബൂത്തിൽ വ്യാപകമായി നടക്കുന്നു, അവരോടൊക്കെ അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാവുന്നതാണ്. വീണ, എന്താണ് അവരുടെ പ്രതികരണം കൂടി എന്ന് അറിയാലോ. അശ്വതി, ഇപ്പോൾ കൂടി നിൽക്കുന്നതിൽ കൂടുതലും തീർച്ചയായും അശ്വതി, ഇവിടെ കൂടി നിൽക്കുന്നതിൽ കൂടുതലും പ്രവർത്തകരാണ്. ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബൂത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്ന വോട്ടർമാരുടെ അടുത്ത് പോകാനോ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിക്കുന്നതിൽ ഇതിൽ നിയന്ത്രണമുണ്ട്. അതിനാൽ തന്നെ പുറത്ത് ക്യൂ നിൽക്കുന്ന വോട്ടർമാരോട് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദാംശങ്ങൾ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയ വോട്ടർമാർ അകത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതലും ഇവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട്. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ച BJP പ്രവർത്തകരുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. കൃത്യമായി സമാധാനപരമായി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിനെ, ആ ഒരു ജനവിധിയെ തിരുത്തി എഴുതുന്നതിന് തരത്തിലുള്ള ഈ ഒരു കള്ളവോട്ട്, അത് യഥാർത്ഥ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അത് യഥാർത്ഥ വിജയത്തെ ഹനിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു ജനവിധിയിൽ അത് തെറ്റായി കുറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പ്രവർത്തകരടക്കം ഈ ഒരു പരിസരത്തിന്, അതുപോലെ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ വോട്ടെടുപ്പ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം നടന്നത്. അതായത് ഒന്നിലേറെ വോട്ടുള്ളവർ അടുത്ത ബൂത്തുകളിലും വോട്ടുള്ളവർ ഇവിടെ വന്ന് വോട്ട് ചെയ്തു പോകുന്നു എന്നുള്ളൊരു പരാതി തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനവും. ഇപ്പോൾ വനിതാ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നുള്ള വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ അസഭ്യവർഷം നടന്നു എന്നുള്ളൊരു പരാതി കൂടി നിലനിൽക്കുന്നുണ്ട്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ BJPയുടെ വനിതാ പ്രവർത്തകർ ഇപ്പോൾ ബന്ധപ്പെട്ടുള്ള പരാതി നൽകുകയാണ് ഇപ്പോൾ BJPയുടെ വനിതാ പ്രവർത്തകരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത്
ചലഞ്ചിങ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അടക്കം പോകുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിരീക്ഷണ ക്യാമറകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ആ മാനദണ്ഡങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ടുള്ള കള്ള വോട്ട് വ്യാപകമായി നടക്കുന്നു എന്നുള്ളൊരു പരാതി കൂടിയാണ് ഉയരുന്നത്. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഒരു BJP പ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുകയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഇത് കള്ളവോട്ട് വ്യാപകമായി നടക്കുന്നു എന്നുള്ളൊരു പരാതിയാണല്ലോ ഉയരുന്നത്. തീർച്ചയായും ഇന്ന് പകൽ മുതൽ വോട്ടെടുപ്പ് തുടങ്ങിയത് മുതൽ തന്നെ നിരവധി പേര് ഇരട്ട വോട്ട്, കാരണം തൊട്ടടുത്ത വാർഡിൽ വോട്ട് ചെയ്തതിന് ശേഷം ഈ വാർഡിൽ വന്നിട്ട് ക്യൂ നിന്ന് വോട്ട് ചെയ്ത നിരവധി പേരെ നമ്മൾ ശ്രദ്ധിക്കുകയും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും അതിനെ ചലഞ്ച് ചെയ്ത സമയത്ത് അത് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വോട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പാർട്ടിയുടെ നേതൃത്വം, അതായത് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് ചേർന്നാണ് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത്. CPMൻ്റെ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ 100 കണക്കിന് പ്രവർത്തകരാണ് തമ്പടിച്ചിരിക്കുന്നത്. അത് ഈ വാർഡിലുള്ള പ്രവർത്തകരല്ല. അവിടുന്ന് 5-6 പേര് ഒരുമിച്ച് ഇറങ്ങി വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ച് ആ പാർട്ടി ഓഫീസിലേക്ക് കയറി പോകുന്നു. അത് കഴിയുമ്പോൾ അടുത്ത 5-6 പേര് ഇറങ്ങി വരുന്നു. ഇത് നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനെ ചലഞ്ച് ചെയ്യാൻ നമുക്ക് അനുവദിക്കുന്നില്ല. ആരോടെ നേതൃത്വത്തിൽ ചലഞ്ചിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ചോദ്യം ചെയ്ത വനിതാ പ്രവർത്തകരെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുകയും അവരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, വ്യാപകമായത് പാർട്ടിയുടെ നേതൃത്വത്തിൽ, ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ അവരുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളിവിടെ ഇരട്ട വോട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ജില്ലാ അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഇവിടുത്തെ കമ്മീഷണർക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഒരു സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട നടപടികൾ ഈ വാർഡിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ കാര്യം. ശക്തമായ നടപടിയുമായിട്ട് ഞങ്ങൾ പോകും. നിയമപരമായ എല്ലാ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യും. നിരീക്ഷണ ക്യാമറ അടക്കം സ്ഥാപിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ തിരഞ്ഞെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. തീർച്ചയായും. എന്നിട്ട് പോലും അവർക്ക് യാതൊരു ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും, തൊട്ട് ചേർന്നാണ് പാർട്ടി ഓഫീസ് ഇരിക്കുന്നത്. അവിടെ 100 കണക്കിന് പ്രവർത്തകരാണ് തമ്പടിച്ചിരിക്കുന്നത്. ഈ വാർഡിലുള്ള പ്രവർത്തകരല്ല അവരാരും. ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു കാർഡുമായിട്ട് വരുന്നു, കയറി പോകുന്നു, വോട്ട് ചെയ്യുന്നു, ഇറങ്ങി വരുന്നു. ഒരേ ആൾ തന്നെ 3 തവണ കയറി പോകുന്നത് കണ്ടതിന് ശേഷമാണ് നമ്മളിവിടെ തമ്പടിക്കുകയും നമ്മളതിനെ തടയുകയും ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും ഒരു നടപടി എടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ പ്രവർത്തകരെ മാറ്റാനോ അവിടെ നിന്ന് അവരെ ഒഴിപ്പിക്കാനോ തയ്യാറായിട്ടില്ല. എന്തിനാണ് തൊട്ട് ചേർന്നിരിക്കുന്ന ഈ പാർട്ടി ഓഫീസിനകത്ത് ഇത്രയും പേരെ കയറ്റി അടച്ചു നിർത്തിയിരിക്കുന്നത്? അത് തന്നെ ഈ വ്യാപകമായ കള്ളവോട്ട് എന്നുള്ളതിന് തെളിവല്ലേ? തീർച്ചയായും അശ്വതി, അത് തന്നെയാണ് പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം. അതായത് ഈ ബൂത്തിന് തൊട്ട് സമീപത്തായി, 2 ബൂത്തിന് തൊട്ട് സമീപത്തായിട്ടാണ് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാർട്ടി ഓഫീസിൽ അവർ കേന്ദ്രീകരിച്ച് നിരവധി പ്രവർത്തകർ വരുന്നു, ഒന്നിലേറെ തവണ വോട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നിരവധി തവണ ആവർത്തിച്ചപ്പോഴാണ് BJP പ്രവർത്തകർ സുതാര്യമായി നടക്കേണ്ടതല്ലേ തിരഞ്ഞെടുപ്പ്, ജനവിധി സുതാര്യമായി നടക്കേണ്ടതല്ലേ എന്നുള്ള വ്യക്തമായ ചോദ്യങ്ങൾ തീർച്ചയായും വീണ, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് DYFI പ്രവർത്തകർ നടത്തുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. തിരുവനന്തപുരത്ത് കള്ളവോട്ട് നടക്കുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി വീണ ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.